ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. ഫോൺ 8078000222. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും റൈറ്റ് വിഷൻ ന്യൂസിന്റെ ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇതുവരെയുള്ള പ്രധാന വാർത്തകളിലെ തലക്കെട്ടുകൾ. ഇടതുപക്ഷ സഹയാത്രികൻ KS ഹംസ കേരള വഖഫ് ബോർഡ് ചെയർമാൻ, പാഞ്ഞാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗം, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുള്ള അഡ്വക്കേറ്റ് MK സക്കീറിന്റെ ഒഴിവിലേക്കാണ് KS ഹംസയെ നിയമിക്കുന്നത്. ചേലക്കര വേല ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. വേല ഫെസ്റ്റ് നടത്തുന്നത് ഗ്രാമപഞ്ചായത്തും വേല കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്തമായി. മാർച്ച് 18 മുതൽ ഏപ്രിൽ 5 വരെയാണ് ഫെസ്റ്റ് നടക്കുക. അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ വെങ്ങാനല്ലൂർ പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം മാർച്ച് 16 നടക്കും. പ്രതിഷേധം വെങ്ങാനല്ലൂർ പരക്കാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ. വെങ്ങാനല്ലൂർ പരക്കാട് റോഡിലെ ക്വാറിക്ക് മുന്നിലാണ് പ്രതിഷേധം. അന്തിമഹാകാളൻകാവ് വേലയോടനുബന്ധിച്ച് വെങ്ങാനല്ലൂർ ചേലക്കോട് ദേശത്തിന്റെ പറയെടുപ്പ് ആരംഭിച്ചു. ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ. കമ്മിറ്റി പ്രസിഡന്റ് രാംദാസ് കളരിക്കൽ ആദ്യപ്പറ സമർപ്പിച്ചു. മാർച്ച് 20 വരെയാണ് പറയെടുപ്പ് നടക്കുക. വീടുകളിൽ 2.5 സെന്റ് സ്ഥലത്ത് പോഷകാഹാരത്തോട്ടം ഒരുക്കാൻ താൽപര്യമുള്ളവരിൽ നിന്നും ചേലക്കര കൃഷിഭവൻ അപേക്ഷ ക്ഷണിക്കുന്നു. കിറ്റ് ലഭ്യമാവുക ആദ്യം വരുന്ന 100 പേർക്ക്. അപേക്ഷകർക്ക് നൽകുന്ന 800 രൂപയുടെ കിറ്റിൽ 500 രൂപ സബ്സിഡിയും 300 രൂപ ഗുണഭോക്തൃ വിഹിതവുമാണ്. താൽപര്യമുള്ളവർക്ക് അപേക്ഷയും 2025-26 നികുതി രസീതും ഗുണഭോക്തൃ വിഹിതമായ 300 രൂപയും അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ദേശമംഗലത്ത് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊണ്ടയൂർ ഇല്ലത്ത് വളപ്പിൽ 23-കാരൻ അക്ബറാണ് മരിച്ചത്. ഏറെ വൈകിട്ടും അക്ബർ റൂമിൽ നിന്ന് പുറത്തു വരാതായതോടെ വീട്ടുകാർ മുറി തുറന്ന് നോക്കിയപ്പോഴാണ് യുവാവിനെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ചോലമക്കാവ് കീഴിലം റോഡിന് 50 ലക്ഷം രൂപ അനുവദിച്ചതായി UR പ്രദീപ് MLA. ഇതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഭരണാനുമതി നൽകി ഉത്തരവായി. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യമുന്നയിച്ചിരുന്നു. കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്ര കെട്ടിടം മാർച്ച് 16 തിങ്കളാഴ്ച തുറന്നു നൽകും. K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിക്കും. കെട്ടിടം നിർമ്മിച്ചത് 2022-23 MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപ വിനിയോഗിച്ച്. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിൽ കൊടിമരം എടുക്കലും മഹാഗുരുതി തർപ്പണവും നടന്നു. ക്ഷേത്രം തന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ട്രസ്റ്റ് മണ്ണഴി നാരായണൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പഴയന്നൂർ ബ്ലോക്ക് തല ജനറൽ ബോഡിയും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടന്നു. തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സന്ദീപ് കോന്നനാഥ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പരിധിയിലെ 6 പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ജനപ്രതിനിധികളിൽ നിന്ന് 7-അംഗ ഭരണസമിതിയെയും തെരഞ്ഞെടുത്തു. തിരുവല്ലോമല സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് ഭരണാനുമതി. നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ അനുവദിച്ചതായി UR പ്രദീപ് MLA. ഇതിന് റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഭരണാനുമതി നൽകി ഉത്തരവായിട്ടുണ്ട്. പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, മറ്റു ഫലവൃക്ഷങ്ങൾ, കുഴൽക്കിണർ, കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ. ഫോൺ 8078000222 62 384 22503.